ഇഷ്ടാനുസരണം ഇത് ഉപയോഗിക്കുന്നവർക്ക് ഐശ്വര്യവും സമാധാനവും നൽകണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആഹാ, നല്ല ഒന്നാം തരം പൂവൻ 300 രൂപ. പൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവൻ 400. നാടനൊന്നുമല്ല, 400 ഒരു തരം. 400 2 തരം. 500 രൂപ. ജെയിംസ് 500 പോരട്ടെ. 600 രൂപ. മറ്റത്തിൽ ഔസേപ്പച്ചൻ 600. പോരട്ടെ. നല്ല കൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവനാണ്. ലേലം വിളിക്കുന്നില്ലേ? എനിക്ക് കോഴി വേണ്ട. നല്ല നാടൻ പൂവന. എന്റെ വക്കച്ച ഒന്ന് കയറ്റി പിടിക്കേ. വേണ്ട ചോ, നാടൻ കോഴിയല്ലേ, കൊളസ്ട്രോളാ. പച്ചക്കറി തുടങ്ങട്ടെ, അപ്പൊ വിളിക്കാം. വക്കച്ചന് വേണ്ടാത്ത കോഴി 600. 700. 700. ജെയിംസ് 700. ഒരു തരം 800 രൂപ. മറ്റത്തിൽ ഔസേപ്പച്ചൻ 800. മറ്റത്തിൽ ഔസേപ്പേട്ടൻ 800. 1000. ജെയിംസ് 1000 പിടിച്ചേക്കുന്നു. 1000 ഒരു തരം. 1100 രൂപ. 1100 ഒരു തരം. 2 തരം 3 തരം. ഇത്തവണ ലേലത്തിന്റെ ഹൈലൈറ്റ് പുളിക്കൽ ജോർജ് കുട്ടിച്ചായന്റെ ആട്ടിൻകുട്ടി 4000 രൂപ. നല്ല നാടൻ പ്ലാവില കൊടുത്തു വളർത്തിയ നാടൻ ആട്ടിൻകുട്ടി 4000 രൂപ. എന്റെ വക ഒരു 5000. പടിഞ്ഞാറപ്പറമ്പിൽ ജോസൂട്ടിയെ 5000 രൂപ. 6000. കുരിശിങ്കൽ ടോണി 6000. 7000. നീ കൂനറിഞ്ഞ് നിവര് കേട്ടോ. അച്ഛന് വേണോ? എനിക്ക് വേണ്ട, ആടല്ലേ, അത് കൊളസ്ട്രോളാ. 8000. ടോണിച്ചൻ 8000. എന്നാ ജോസൂട്ടി 9000. അതെ അച്ചോ, വല്ല പച്ചക്കറി വിളിക്കുന്നുണ്ടോ? വിളിക്കേ. ഇല്ല, ഞാൻ പാട്ടിന് പോകും. മണിക്കൂർ 3. എന്റെ പൊന്നു വക്കച്ച ലേലം ഉറപ്പിച്ചു. ജോസൂട്ടി 10000 രൂപ. 1 തരം 2 തരം 3 തരം. 10000. ആർക്കും വേണ്ടേ? അച്ഛൻ വെച്ച് തന്നല്ലേ, ഇനി എനിക്കിട്ട് എന്നാണ് വെക്കാൻ പോകുന്നത്. പച്ചക്കായ മറക്കണ്ട. ഓടാ അവിടുന്ന്. ചേട്ടനാണോ? വക്കച്ചന് നല്ല നാടൻ പടവലങ്ങ. ചേച്ചി മുന്നീന്ന് പറ. സ്പീഡ് കൊടുക്കണ. ഈ കുന്നത്തിന് വാലൊന്ന് മാറ്റി പിടിക്കും. ബ്രേക്ക് എവിടെ? ഈ പാട്ട പഠിക്കും ബ്രേക്കില്ലല്ലോ. നിനക്ക് വണ്ടി തന്നെ അവളെ കൊല്ലും. ഞാൻ സഹിച്ചു. കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കാമോ? ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ആയിട്ടെ. ഇടത്തോട്ട് റൈറ്റ് അല്ലേ? ഞാൻ ഓടിച്ചോളാം. പോയി എന്തോ മിസ്സിംഗ് ആന്ന് തോന്നുന്നു. മിസ്സിംഗ്. വണ്ടിയിലോട്ട് കയറി, വീട്ടിലോട്ട് വിടാം. വേണ്ട ജോസൂട്ടി ചേട്ടാ, എനിക്ക് റിൻസിയുടെ വീട്ടിലൊന്ന് കയറണം. കൊള്ളാലോ. ഇതെന്നാ ആട്ടിൻകുഞ്ഞിനെ ലേലം വിളിച്ചായിരുന്നു? എല്ലാവരും ലിഫ്റ്റ് കൊടുത്താ. ജോസാറിനോട് അന്വേഷണം പറഞ്ഞേക്കാം. വണ്ടി എടു. അല്ലെങ്കിൽ നീ ആടിനെ പിടിക്കാൻ ചാടിക്കില്ലേ? ഫസ്റ്റ് എടുക്ക്. ഫസ്റ്റ് അല്ലേ? അപ്പോ എന്നാത്തിന്റെ കേടാ മനുഷ്യ ഈ പെമ്പിള്ളാരുടെ പറയാ ഇങ്ങനെ ബൈക്കും കൊണ്ട് നടക്കാൻ? എടീ, 10-25 വർഷം സർവീസിലുണ്ടായിരുന്ന ഞാൻ, നിനക്ക് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിയോ? പിന്നെ അതൊക്കെ നോക്കിയാ പെമ്പിള്ളാരെ വളർത്താൻ പറ്റുമോ? ഇത് പഴയ കാലമൊന്നും അല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നേരെ ചൊവ്വേ റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? ന്യൂസ് ചാനലിലെ നിമ്മിയുടെ തിരോധാനം അന്തിച്ചർച്ച കാണാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കില്ല. ഷോ, ഈ പോലീസുകാരല്ല ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ. നിങ്ങളുടെ തലക്കെത്തെന്തോ കുഴപ്പമുണ്ട്. ഇപ്പൊ ചികിത്സിച്ചാ കൊള്ളാം. എനിക്കല്ല കുഴപ്പം, നിനക്കാ കുഴപ്പം. ചേട്ടാ, ഈ തൊണ്ടിയിലെ തോമാശന്റെ വീടേതാ? ഏതുണ്ട്? എനിക്കറിയുന്നില്ല. നീ ആ റോട്ടിലങ്ങനെ പോയി അന്വേഷിക്കും. അതാ കേറ്റത്തില് വീടല്ലേ? നിങ്ങൾക്ക് അതങ്ങ് പറഞ്ഞു കൊടുത്താ പോരായിരുന്നു. നിനക്കറിയാണ്ട, ഇത് വഴി രണ്ട് വന്നിട്ടുള്ളതൊന്നല്ല. ഓരോരുത്തർ അറിയിക്കോളും. എന്നെ കുറിച്ച് അറിയില്ല അവന്, എനിക്കെല്ലാം അറിയാം. മനസ്സിലായ? ഇങ്ങോട്ട് വന്നേ. ഈ അവളമാരുടെ റൂമിൽ കയറി നോക്കിണ്ട, മുഴുവൻ ചൈനക്കാരാ. പ്രപഞ്ചത്തിലെ പോരാളി. ഈ ചെറുക്കന്റെ കയ്യിൽ വണ്ടി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ജോസൂട്ടി? പിന്നെ എങ്ങനെ അവൻ ഡ്രൈവിംഗ് പഠിക്കുന്നേ? ഇതിനെ പിടിച്ചോണ്ട് അവൻ ഇരിക്കാൻ മേലെന്ന്. ഇതിന് എന്നാ കൊടുത്തു? 5. ഒന്നില്ല. ഈ മാസത്തെ ചിട്ടിയുടെ പൈസ അടച്ചോ? മാതൃത്വത്തില് നീ എന്നാടാ കൊടുക്കാതെ? ഞാനാണോ അടക്കണ്ടേ? ഇവിടുത്തെ കോഴിയും പശുവൊന്നും പോരാനായിട്ടാണോ? ആനെ കൊണ്ടുവരണോ?
ഡോളി 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 കിട്ടിയപ്പോഴേക്കും പേര് കിട്ടോ? അത് നമ്മുടെ പുളിക്കലെ ജോർജ് ഇട്ടുചായന്റെയാ. പുള്ളി വിളിക്കുന്ന പേരാ. നിനക്ക് വേണേ വേറെ പേരിട്ടോ. ഒരു സാധനം കൂടി ഉണ്ട്. നന്നായിടാ. അല്ലെങ്കിൽ പിള്ളേർക്ക് ആട്ടുംപാല ബെസ്റ്റ്. അതറിയോ? അങ്ങനെ പറഞ്ഞു. എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഒരു അമ്മച്ചി. ആടെ അടുത്തത്. എന്നാ വെല്ലുമ്മച്ചക്കൊരു കോഴി. ഓ കൊള്ളാം. ഇത് നമ്മുടെ പെടയല്ലേ? അയ്യോ, ഇന്ന് മുതൽ അത് ഇതിനെയല്ലേ ഞാൻ നേർച്ച കൊടുത്തത്? അതിനെ വിളിച്ചോണ്ട് പോന്നോ? എനിക്കതറിയാമോ? ഞാൻ നോക്കിയപ്പോ നല്ല മുട്ടയിടുന്ന പൂവനാന്ന് വിചാരിച്ചു. അല്ല, പേടയാന്ന് വിചാരിച്ചു. ഇതിന്റെ മുട്ടയല്ലേ ഞാൻ എല്ലാ ദിവസവും കടയിലേക്ക് തന്നു വിടുന്നേ? ഇതിലും ഭേദം നിങ്ങൾ പട്ടാളത്തിൽ ഇതിൽ ഈ പോകുന്നേ. മുട്ട നോക്കി ഏത് കോഴി ഇട്ടെന്ന് എനിക്കറിയാവോ? ഞാനവിടെ പണിയെടുത്ത് ചാവും. അമ്മച്ചി എന്നാടാ